അടൂർ ഗോപാലകൃഷ്ണൻ ആവട്ടെ, രാജീവ് കുമാർ ആവട്ടെ, സ്വന്തം സിനിമകളെ ലോകതലത്തിലേക്ക് എത്തിക്കാവുന്ന ഒരു നെറ്റ്വർക്കിൽ കയറാനുള്ള ഒരു കോണി മാത്രമായിട്ടാണ് ഈ അക്കാദമികളുടെ സ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഗൾഫ് റീജിയനിൽ തന്നെ ആദ്യത്തെ ഫിലിം വർക്ക്ഷോപ്പ് നടത്തിയത് ഞാനൊക്കെ കൂടിയായിരിക്കും. സുധീർ കരമന മുതൽ മോഹൻലാൽ, മമ്മൂട്ടി എല്ലാവരോടും പറഞ്ഞൊരു കഥയാണ് പക്ഷികൾ. ഒമാനിൽ താമസിക്കുന്ന അറബ്സിന് മലയാളം സിനിമകൾ ഇഷ്ടമാണ്. കേരളവും അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷം കുടിച്ചു വളർന്ന അരയാൽ വൃക്ഷങ്ങളാണ്. എവിടുന്നോ ഒരു ഒമാനി ചാടി പറഞ്ഞ് പോലീസിനെയൊക്കെ മറികടന്ന് വന്ന് മുകളിലൊരു പൊളിഞ്ഞ സ്ഥലത്ത് കൂടെ എന്നെ വലിച്ചു പുറത്തെടുത്തിട്ടുണ്ട്. അറബിക് എന്ന് പറയുന്നത് വലിയൊരു ഫിലിം ഇൻഡസ്ട്രിയാണ്. വോക്സ് സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കളക്ഷൻ വന്നിട്ടുള്ളത് എമ്പുരാൻ എന്ന സിനിമ, മലയാള സിനിമയ്ക്കാണ്. മറക്കില്ല ഞാൻ ഈ പ്രവാസം. നമസ്കാരം. മറക്കില്ല ഞാൻ ഈ പ്രവാസം. ഞാനിപ്പോൾ ഒമാനിലാണ്. ഇവിടെ ഒരു സിനിമാ സംവിധായികയുണ്ട്. ഒമാനിയല്ല, മലയാളിയാണ്. ഈ പ്രവാസ ലോകത്തെത്തി, ഈ ഒമാനിലെത്തി, ഇവിടെ നിന്നുകൊണ്ട് മലയാളത്തിൽ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള, അറബിലും സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ശ്രീമതി സുധ ഷായാണ്. ഒമാൻ പ്രവാസം എത്രമാത്രം അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമ്മളോട് പറയുന്നത്. ഇവിടുത്തെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവും ഒമാൻ സിനിമാ സംസ്കാരവുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ശ്രീമതി സുധ ഷാ. മറക്കില്ല ഞാൻ ഈ പ്രവാസം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. നമസ്തേ, എൻ്റെ പേര് സുധ ഷാ. ഷാ എൻ്റെ ഹസ്ബൻഡാണ്. ഞാൻ ഒമാനിലേക്ക് വിവാഹം കഴിഞ്ഞ് വന്ന ഒരാളാണ്. 23 വർഷം കഴിഞ്ഞു. ഇപ്പോൾ നീണ്ട കാലയളവാണ് പ്രവാസത്തിൻ്റെ. 2 മക്കളാണുള്ളത്. മകൻ ദുബായിൽ സെറ്റിൽഡാണ്, വിവാഹിതനാണ്. മകള് വിദേശത്ത് പഠിക്കുന്നു. നാട്ടിൽ ഞാൻ തൃശ്ശൂർക്കാരിയാണ്. പഠിച്ചതൊക്കെ തൃശ്ശൂർ തന്നെയാണ് കോളേജസ് അധികവും. കുഞ്ഞുനാളിൽ മുതൽ എനിക്ക് സിനിമ വലിയ ഇഷ്ടമാണ്. ഞാൻ സിനിമയുടെ ഒരു പ്രേക്ഷകയാണ്, എല്ലാത്തരം സിനിമയുടെയും. കോളേജിൽ പഠിക്കുമ്പോൾ ചിന്തരവിയേട്ടൻ്റെ ഡോക്യുമെൻ്ററി അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. അതിനുശേഷം KR മോഹനൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്നു. KR മോഹനൻ്റെ പ്രോജക്റ്റിൽ, പവിത്രേട്ടൻ്റെ പ്രോജക്റ്റിലൊക്കെ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. കോളേജിലൊക്കെ സപ്ലിമെൻ്ററി എഴുതിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ മനുഷ്യരും മലയാള സിനിമയിലേക്ക് വരികയൊക്കെ ചെയ്ത കാലഘട്ടത്തിൽ എന്നെ പോലെ പവിത്രേട്ടൻ്റെയും ചിന്തരവിയേട്ടൻ്റെയും KR മോഹനേട്ടൻ്റെ ഒക്കെ സ്കൂളിൽ പഠിച്ച ഒരാൾക്ക് അവിടെ എത്ര കാലം ഏതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് എനിക്കിപ്പോഴും തോന്നണില്ല. അവിടെ ആയിരുന്നാലും എൻ്റെ അവസ്ഥ ഈ പ്രവാസം തന്നെയായിരിക്കും. എഴുത്തിന് സ്കൂൾ തലത്തിലൊക്കെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എഴുത്താണ് എൻ്റെ സ്ട്രോങ് ഏരിയ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് എഴുതാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ സിനിമ എന്നുള്ളതിനേക്കാളും ഞാൻ നിൽക്കുന്ന സൊസൈറ്റിയിലെ സിനിമ എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ സിനിമ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഒരു സിനിമയ്ക്ക് പറ്റിയ ഒരു മണ്ണ് ഉഴുതുണ്ടാക്കേണ്ട ആവശ്യം എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഞാനിവിടെ ആദ്യത്തെ വർക്ക്ഷോപ്പ് കൊണ്ടുവരുന്നു. 2007 മുതൽ സിനിമാ പ്രവർത്തനങ്ങൾ, വർക്ക്ഷോപ്പ്, ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പോൾ അതിന് വരുന്ന സമയത്ത് ഈ ഗൾഫ് റീജിയനിൽ തന്നെ ആദ്യത്തെ ഫിലിം വർക്ക്ഷോപ്പ് നടത്തിയത് ഞാനൊക്കെ കൂടിയായിരിക്കും. ഞാൻ നാട്ടിൽ നിന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ, അജിത്ത് എഡിറ്റർ, നാഷണൽ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള എഡിറ്ററാണ്, B. അജിത് കുമാർ, റാസി, ഫൗസിയ ഫാത്തിമ സിനിമാറ്റോഗ്രാഫർ, ഇവരെയൊക്കെ കൊണ്ടുവന്ന് ആദ്യത്തെ ട്രെയിനിങ് പ്രോഗ്രാം നടത്താനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ആ സമയത്ത് ഞാനിവിടെ സെർച്ച് ചെയ്തൊരു കാര്യം, നമുക്ക് ഇന്നത്തെ പോലെ അത്ര സെർച്ച് എൻജിൻസ് ഒന്നും അത്ര സ്ട്രോങ് അല്ല. പക്ഷെ ഞാൻ ഒമാൻ ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒമാനികളുടെ ഒരു ഫിലിം ഗ്രൂപ്പ് കണ്ടെത്തി. കുറച്ച് ഒമാനികൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് സിനിമയിലേക്ക് വരാൻ താല്പര്യമുള്ള കുറച്ച് മനുഷ്യരുണ്ടായിരുന്നു. അതിൽ പ്രധാനി ഡോക്ടർ ഖാലിദ് അബ്ദുൽ റഹീം അൽ സജ്ജാലി. അദ്ദേഹമാണ് ഒമാനിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം സംവിധായകൻ, ഫിലിം സൊസൈറ്റിയുടെ ഡയറക്ടർ. ഒപ്പം തന്നെ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒമാനിൽ ആദ്യത്തെ എന്ന് എഴുതി ചേർക്കാവുന്ന ഒരു പേര് ഡോക്ടർ ഖാലിദിൻ്റെയാണ്. അപ്പോൾ ഖാലിദിനെ അവിടുന്ന് പരിചയപ്പെടുന്നു. ഞാൻ ഒമാൻ ഫിലിം സൊസൈറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് പിന്നീട് എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തിയത്. എക്സ്പാർട്സ് ഉണ്ടായിരുന്നേ ഇല്ല. ഒരു പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന ഒരു റെസിഡന്റ് ഒമാനി എന്നുള്ള രീതിയിലുള്ള ആൾ ഞാനായിരിക്കും. ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ 2010 ഫെസ്റ്റിവൽ വരുന്നു. ഞാൻ ഫെസ്റ്റിവലിൻ്റെ കോർഡിനേറ്റർ ആവണു.
അതുവരെ അവർ നടത്തിയിരുന്ന അറബ് ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളതിൽ നിന്ന് മാറ്റിയിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ള ഒരു തലത്തിലേക്ക് ഈ ഫെസ്റ്റിവലിനെ കൊണ്ടുവന്നത് ഞാനാണ്. ഒരു ഇന്റർനാഷണൽ വിങ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഐഫോ രൂപീകരിക്കുന്നു. ഒമാൻ ഫിലിം സൊസൈറ്റിയുടെ അണ്ടറിൽ ഇന്റർനാഷണൽ ഫിലിം ഫ്രട്ടേണിറ്റി ഓഫ് ഒമാൻ, ഐഫോ ആണ് ആ വർഷത്തെ. ഐഫോ എന്ന് പറഞ്ഞാൽ ആകെ 4 പേരാണ് ഇതിനകത്ത് കൂടുതലായിട്ട് ഉണ്ടായിരുന്ന. 4 പേര് മലയാളികളല്ല. ഒരു ഒരു നടി, ക്രൊയേഷ്യൻ ആക്ട്രസ് ഉണ്ടായിരുന്നു, ബില്യാന റഡോണിഷ്. പിന്നെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയർ ആണ്, പക്ഷെ സിനിമ വലിയ സ്നേഹമുള്ള ഒരാള്. അദ്ദേഹത്തിന്റെ വൈഫ് ഡോക്ടർ ആര്യ, ഞാൻ, ബീബ, പിന്നെ മോഹൻ. ഇത്രയും പേരായിരുന്നു ഈ സത്യബ്രത ആചാര്യ. അദ്ദേഹം ഒറീസയിൽ നിന്നുള്ള ഒരു സിനിമോട്ടോഗ്രാഫി ഇഷ്ടമുള്ള ഒരാളാണ്. വേറെ ഫീൽഡിലാണ് ഇവിടെ, ഡിസൈൻ ഫീൽഡിലാണ് ജോലി ചെയ്തിരുന്നത്. ഇത്രയും പേരാണ്. ഈ ഒരു 4-5 പേരായിരുന്നു ഇന്റർനാഷണൽ ഫിലിം ഫ്രട്ടേണിറ്റി. ഈ 4-5 പേര് ചേർന്നിട്ടാണ് 2010 ശ്രീ അമിതാഭ് ബച്ചനെയും സഞ്ജയ് ദത്തിനെയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവര് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ നടത്തുന്നത്. 2010 ഫിലിം ഫെസ്റ്റിവലിന്റെ സന്തോഷത്തിന്റെ പാരിതോഷികമായിട്ട് ഒമാൻ ഫിലിം സൊസൈറ്റിക്ക് സ്വന്തമായിട്ട് കെട്ടിട സമുച്ചയവും തിയേറ്ററും മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ ഭരണാധികാരി നൽകുന്നു. 2012 ഫിലിം ഫെസ്റ്റിവൽ വന്നപ്പോഴേക്കും നമ്മൾ 2 ഓസ്കാർ വിന്നേഴ്സിനെ, ഫോറസ്റ്റ് വൈറ്റേക്കറും സൂസൻ, ഈ 2 പേരും വരുന്നു. അതിനു മുൻപ് തന്നെ റസൂൽ പൂക്കുട്ടി നമ്മളുടെ ഐഫോയുടെ ഒരു അഡ്വൈസറി അങ്ങനെ ഒരു ഭാഗമാവുന്നുണ്ട്. ആരോഗ്യ പ്രശ്നം വന്നിട്ട് 2014 കൂടിയിട്ട് ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. വിശ്രമകാലത്ത് ഞാൻ ചെയ്തത് ധാരാളം സ്ക്രിപ്റ്റുകൾ എഴുതിയതൊക്കെ അത് സ്ക്രിപ്റ്റാക്കി ഡെവലപ്പ് ചെയ്യും സിനിമകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായിരുന്നു. ഈ സമയത്ത് ഞാൻ മലയാളത്തിലെ 2 സിനിമകളുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നു. KSFDC ആ സമയത്ത് വനിതാ സംവിധായകർക്ക് വേണ്ടിയിട്ട് 3 കോടി ബഡ്ജറ്റ് ഉള്ള ഒരു പദ്ധതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അതിൽ ആദ്യത്തെ ഭാഗമായിട്ട് ഞാനൊക്കെ സബ്മിറ്റ് ചെയ്തിരുന്നു എൻ്റെ ഫിലിം പ്രോജക്റ്റ്. അൺഫോർച്ചുനേറ്റ്ലി ആ സമയം സംവിധായകരല്ലാത്ത 2 പേർക്കാണ് ആ പ്രോജക്റ്റ് അവാർഡ് ചെയ്യപ്പെട്ടത്. പതിവ് പോലെ നമ്മുടെ നാട്ടിൽ ചെന്നാലും നമുക്ക് ഇവിടെ എക്സ്പാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് സാധ്യതകൾ കുറവാണ്. നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പ്രവാസികളാണ്. നാട്ടിലായാലും ഇവിടെ ആയാലും ഞാനൊരു ഏലിയൻ ആണ്. ഏലിയൻ എന്ന് പറയുന്ന ഇപ്പോൾ സമൂഹം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ചേരയെ തിന്നുന്ന നാട്ടിലിരിക്കുന്ന നടുക്കഷ്ണം തിന്നാത്ത ഒരാളായിട്ട് ജീവിക്കുന്നത് കൊണ്ട് എപ്പോഴും തിരിച്ചടികളാണ് ഉണ്ടാവാറ്, അല്ലെങ്കിൽ തമസ്കരിക്കലാണ് ലഭിച്ചിട്ടുള്ളത്. എൻ്റെ സിനിമ പുറത്ത് പല ഫെസ്റ്റിവലുകളിലും ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നു. എല്ലാവരും എന്താ പറയുക, ഒരു സപ്പോർട്ടൊന്നും വരാത്ത സ്ഥിതിയിൽ ഞാൻ തന്നെ അതിൻ്റെ ഫണ്ടിങ്ങും വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ട് സിനിമ തുടങ്ങുമ്പോൾ ദ ഓൾ യൂണിവേഴ്സ് കോൺസ്പയർഡ് അഗെയിൻസ്റ്റ് മീ എന്നുള്ളതാണ്. 2018 പ്രളയത്തിലാണ് ഞാൻ എൻ്റെ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. 32 ദിവസത്തോളം ഷൂട്ടിംഗ് നിശ്ചയിച്ച് എക്യുപ്മെന്റും ആൾക്കാരുമായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതോടുകൂടി എൻ്റെ ബഡ്ജറ്റും കുളമായി. എന്നാലും പക്ഷെ ആ സിനിമ തീർത്തു എന്നുള്ള വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. വിദേശത്ത് ജീവിച്ച് ഒരു പ്രവാസിയായി നിന്നുകൊണ്ട് ഒരു കോക്കസിലും ഒരു ടീമിലും പെടാതെ മലയാള സിനിമ പൂർത്തിയാക്കി ഫെസ്റ്റിവലുകൾക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ KSFDC റിജക്ട് ചെയ്ത സിനിമ ഈ വർഷം ഞാൻ തീർത്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമ പക്ഷികൾക്ക് പറയാനുള്ളത്, അത് ചൈൽഡ് അബ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ്, എത്രയോ വർഷങ്ങളെടുത്ത് റിസർച്ച് ചെയ്ത് അതിൽ ഓരോ ക്യാരക്ടേഴ്സിനെയും തേച്ചു മിനുക്കി അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വർക്കാണ്. ഫോർച്ചുനേറ്റ്ലി അത് പക്ഷികൾക്ക് പറയാനുള്ളത് WRPN എന്ന് പറഞ്ഞിട്ട് US ഒരു ഫിലിം ഫെസ്റ്റിവലാണ്, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ. അതിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. ഇതിൽ ആക്ട്രസിന് ബെസ്റ്റ് ആക്ട്രസ് എക്സലൻസ് അവാർഡ് കിട്ടി. അതെൻ്റെ മകള് തന്നെയാണ്. 13 വയസ്സുള്ള ഒരു കുട്ടിയുടെ കഥയായിരുന്നു. ആ സമയത്ത് അവൾക്ക് 13 വയസ്സായിരുന്നു. ആൻഡ് അവൾ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ ഞാൻ ഹാപ്പിയാണ്. അമ്മ എന്നുള്ളേക്കാൾ കൂടുതൽ ഞാനൊരു സംവിധായിക എന്നുള്ള രീതിയിൽ അവളെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഷീസ് എ വണ്ടർഫുൾ ആക്ട്രസ്. അപ്പോൾ അത് പിന്നീട് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് സ്വീഡനിലുള്ള ഒരു ഫിലിം ഫെസ്റ്റിവലിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. സോക്കലിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. മസ്കറ്റ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ബെസ്റ്റ് ആക്ട്രസ് ജൂറി പ്രൈസ് ഉണ്ടായിരുന്നു മകൾക്ക്, അതായത് നായികയ്ക്ക്. അപ്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ അത് ഫെസ്റ്റിവൽസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ബാക്കി ഏരിയകൾ എനിക്ക് നോക്കാനുണ്ട്. ഒപ്പം തന്നെ അടുത്ത സിനിമ ഇപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അവൾ ചുരുളിന്ന്. ചുരുളിന്നായിരുന്നു അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പേര്. വേറൊരു ചുരുളി വന്നപ്പോൾ ഞാൻ അവൾ ചുരുളിന്നാക്കി. കാരണം അത് നായികയുടെ പേരാണ്, എനിക്കത് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വർഷം ചെയ്യാൻ പോകുന്നത് ഒരു ആന്തോളജിയാണ്.
6 സിനിമകളുടെ അറബിക് ആന്തോളജി, 6 സിനിമകൾ ഷോർട്ട് ഫിലിംസ് ചേർന്നിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് വലിയൊരു കാര്യങ്ങളുണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറബിക് എന്ന് പറയുന്നത് വലിയൊരു ഫിലിം ഇൻഡസ്ട്രിയാണ്. ഇപ്പൊ ചൈനീസ് ഒരു ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിലും അത് ചൈനയിൽ മാത്രം നിൽക്കുന്നതാണ്. അറബിക് എന്ന ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഒരുപാട് സ്ഥലങ്ങളിൽ മേജർ കമ്മ്യൂണിറ്റി സംസാരിക്കുന്ന ഭാഷയാണ്. 36 രാജ്യങ്ങളുടെ മേജർ കമ്മ്യൂണിറ്റിയുടെ ഭാഷയാണ് അറബിക്. 25 രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു സംസ്കാരമാണ് അറബിക്. ഇംഗ്ലീഷ് ഇപ്പൊ നമ്മൾ ഇന്ത്യക്കാർ ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് സംസ്കാരമല്ല, ഭാഷ മാത്രമാണ്. പക്ഷെ അറബിക് സംസാരിക്കുന്ന ആളുകൾ അധികവും 99% അറബിക് ഒരു സംസ്കാരമാണ്. അവരുടെ ലൈഫ് സ്റ്റൈൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആ ഭാഷയിൽ അതേ തനതായ സിനിമകൾ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ 400 മില്യൺ ഓഡിയൻസ് ഡെൻസിറ്റി ഉള്ള വലിയൊരു മാർക്കറ്റാണിത്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിനും ലോകത്തെ എവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിനും ഏറ്റവും പുതിയ വേർജിൻ മാർക്കറ്റാണ് അറബിക് ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒമാനെ സംബന്ധിച്ചാണെങ്കിൽ അതൊരു വലിയൊരു ഹബ്ബാവാൻ സാധ്യതയുള്ള ഒരു രാജ്യം. 500ഓളം വർഷത്തെ പാരമ്പര്യമുള്ള കഥകളുള്ള സംഭവങ്ങളുള്ള പുരാണങ്ങളുള്ള ഒക്കെ ഒരു രാജ്യം. അപ്പൊ ആ രാജ്യത്തെ ഇത്രയും വിസ്തൃതിയുള്ള ഒരു രാജ്യം, ഒരുപാട് ലാൻഡ്സ്കേപ്പ് പ്രത്യേകതകളുള്ള രാജ്യം, പെബിൾ ബീച്ച് തൊട്ട് വൈറ്റ് സാൻഡ് വേണമെങ്കിൽ എല്ലാ തരം ഡെസേർട്ടും ഹൈ റേഞ്ചുകളും പച്ചപ്പും എല്ലാം ഉള്ള ഒരു രാജ്യം. അപ്പൊ ആ ഒമാനെ സംബന്ധിച്ച് ഒരു സിനിമയുടെ അറബ് ഫിലിം ഇൻഡസ്ട്രിയുടെ ഹബ്ബ് ആവാനായിട്ട് നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഞാനിപ്പോൾ അത് മിനിസ്ട്രികളൊക്കെ ആയിട്ട് സംസാരിക്കുകയും പ്രോജക്ട്സ് സബ്മിറ്റ് ചെയ്യുകയും പുതിയ വലിയ പ്രോജക്ട്സ് ഒക്കെ കഥകളൊക്കെ എഴുതി ഉണ്ടാക്കി ഇൻഡോ ഒമാൻ പ്രോജക്ട്സ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ ചെയ്ത് ഒക്കെ പതുക്കെ പതുക്കെ ഓരോന്നും എന്താ പറയാ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഒന്നുമില്ലാത്ത സ്ഥലത്ത് പുല്ല് വേണമെങ്കിൽ നമുക്ക് നട്ടുമുളപ്പിക്കാൻ പറ്റും. കേരളവും അല്ലെങ്കിൽ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷം കുടിച്ചു വളർന്ന അരയാൽ വൃക്ഷങ്ങളാണ്. അതിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ പുൽനാമ്പുകളെ വളർത്തിയെടുക്കാൻ പറ്റില്ല. ചലച്ചിത്ര അക്കാദമിയിൽ ഇരുന്നിട്ട് സ്വന്തം സിനിമകളെ വളർത്തിയ കുറച്ച് ആളുകളല്ലാതെ അക്കാദമിയും എനിക്ക് തോന്നുന്നു ഇന്ത്യയില് ഒരേ ഒരു സംസ്ഥാനം കേരളമായിരിക്കും. ഒരു ചലച്ചിത്ര അക്കാദമിയും KSFDC എന്നൊക്കെ പറഞ്ഞ 2 പ്രമുഖ സ്ഥാപനങ്ങള് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ താഴെ. ഇതൊക്കെ കൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന ഒരു ഫിലിം സ്കൂൾ ഉണ്ട്, KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്ര വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റും പണച്ചെലവുമുള്ള സ്ഥാപനങ്ങൾ നടത്തിയിട്ട് മലയാള സിനിമ അന്ന് ഇതൊക്കെ തുടങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ നിന്ന് 1 ഇഞ്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ സാരല്ല, അവിടെയെങ്കിലും നിന്നാൽ സാരല്ലായിരുന്നു. പക്ഷെ എത്രയോ എത്രയോ പിറകിലേക്ക് നടന്നു മലയാള സിനിമ. അത് എന്തുകൊണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സർക്കാരുകൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രമുഖമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തരിച്ച ശ്രീ ഷാജി N കരുൺ, കുറെ കാലങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയിലും നാഷണൽ ലെവലിലും ഒക്കെ ഇരുന്ന ഒരാളാണ്. ഈ സ്ഥാനമാനങ്ങളൊക്കെ അവരുടെ സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ആളുകളാണ്. ഞാൻ ചാലഞ്ച് ചെയ്യുന്നു, അടൂർ ഗോപാലകൃഷ്ണൻ ആവട്ടെ രാജീവ് കുമാർ ആവട്ടെ, ഇങ്ങനെ സ്ഥാനമാനങ്ങളിൽ ഇരുന്നവരൊക്കെ സ്വന്തം സിനിമകളെ ലോകതലത്തിലേക്ക് എത്തിക്കാവുന്ന ഒരു നെറ്റ്വർക്കിൽ കയറാനുള്ള ഒരു കോണി മാത്രമായിട്ടാണ് ഈ അക്കാദമികളുടെ സ്ഥാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനു പകരം മലയാള സിനിമയ്ക്ക്, മലയാള സിനിമയുടെ വളർച്ചയ്ക്ക്, മലയാള സിനിമയുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്മാരക ബിൽഡിംഗ് എങ്കിലും ഇന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് പഠിക്കാം സിനിമ, അല്ലെങ്കിൽ ആളുകൾക്ക് സിനിമ ചെയ്യാം, അങ്ങനെ ഒന്നും തന്നെ നിർമ്മിക്കുന്നതിലോ സജസ്റ്റ് ചെയ്യുന്നതിലോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രൊപ്പോസൽ കൊണ്ടുവരുന്നതിലോ പോലും ഇവരൊക്കെ പരാജയപ്പെട്ടു എന്നാണ് അനുഭവം. സ്ത്രീകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്ത്രീകളുടെ അവസ്ഥയിൽ സിനിമയിലേക്ക് എത്തിപ്പെടാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എല്ലായിടത്തും കൂടുതൽ ചുങ്കം കൊടുക്കേണ്ട ഒരാളാണ് സ്ത്രീ. ഇപ്പൊ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയാം. 20 വയസ്സിലൊക്കെയാണ് ഞാൻ പവിത്രേട്ടൻ്റെയും ചിന്തരവിയേട്ടൻ്റെ ഒക്കെ, അതായത് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞാൻ അവരുടെ കൂടെ കൂടിയത്. അതിനുശേഷം ഞാൻ എൻ്റെ സ്വന്തം പക്ഷികൾക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ പ്രോജക്റ്റുമായിട്ട് നമ്മുടെ നിലനിൽപ്പിലുള്ള ഒരുപാട് നടന്മാരെയും ആളുകളെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നത് ഞാൻ ഇത്ര മീറ്റിംഗ് എന്നുള്ള രീതിയിലാണ്. സുധീർ കരമന മുതൽ മോഹൻലാൽ, മമ്മൂട്ടി എല്ലാവരോടും പറഞ്ഞൊരു കഥയാണ് പക്ഷികളുടെ. അതിൽ ഭൂരിപക്ഷം പേരും അതില് പറഞ്ഞ പ്രധാനപ്പെട്ട കമന്റ് അത് ചൈൽഡ് അബ്യൂസ് പ്രധാന സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. പ്രമുഖ നടന്മാരുടെയൊക്കെ ഒരു അഭിപ്രായത്തിൽ അവർക്ക് അതൊരു ആന്റി ഹീറോ ആണ്. അതിനകത്ത് നെഗറ്റീവ് ഇമേജ് വരും. 30 വർഷമായിട്ട് ഞാൻ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. ഈ സിനിമ ചെയ്തിട്ട് എൻ്റെ 13 വയസ്സുള്ള പേരക്കുട്ടീനെ എനിക്ക് നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മകളുടെ അടുത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതായത് ഇത് തന്നെ എനിക്ക് പകരം വേറെ ഏതെങ്കിലും പ്രമുഖ സംവിധായകനാണ് ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ അവരത് 2 കൈ നീട്ടി സ്വീകരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. സ്ത്രീകളാവുമ്പോൾ
ബേസിക്കലി അവരുടെ ഈഗോ വല്ലാതെ പ്രവർത്തിക്കും. അത് പ്രൊഡ്യൂസേഴ്സ് ആയാലും ഈ പെണ്ണ് എന്ത് ചെയ്യാനാണെന്നുള്ളൊരു തോന്നലാണ്. സ്ത്രീകളെ കൊണ്ട് സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ലോക സിനിമ ഇത് മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയ ഒരു കാലത്താണ് ഞാനൊക്കെ നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെങ്കിലും നിങ്ങൾ ഓസ്കാർ ആയാലും കാൻ ഫിലിം ഫെസ്റ്റിവലായി എടുത്തു നോക്കിയാൽ ഡയറക്ഷൻ, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇതിലൊക്കെ സ്ത്രീകളുടെ സിനിമകളാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഓസ്കാർ, ഐ മീൻ നമ്മുടെ ഇന്ത്യനെ 25 വർഷത്തിന് ശേഷം ഇന്ത്യ കാനിൽ ഗ്രാൻഡ് പ്രീ അവാർഡ് വാങ്ങിയത് പായൽ കബാഡിയുടെ സിനിമയ്ക്കാണ്. ആ സിനിമ സംവിധാനം ചെയ്തെന്ന് മാത്രമല്ല, അത് സ്ത്രീകളുടെ കഥയുമാണ്. അത് ആ രീതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് അടുപ്പിച്ച് സ്ത്രീ വിഷയങ്ങളുമാണ്, സ്ത്രീ സംവിധായകരും ടെക്നീഷ്യൻസും ആണ് കയറി വരുന്നത്. അതിനി ഇന്ത്യയിലും വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. എൻ്റെ പുതിയ ഒരു പ്രോജക്റ്റ് ഞാൻ മിനിസ്ട്രിക്ക് ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത് ഡിസ്കഷനിൽ വരാൻ പോകുന്നത് മിഷൻ 2030 എന്നാണ്. എല്ലാ രാജ്യങ്ങളിലും വിഷൻ 2040 എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. 2040 ആകുമ്പോഴേക്കും ഒരു രാജ്യം ഇത്ര തരത്തിലൊക്കെ എത്തിപ്പെടും, ഇത്ര അച്ചീവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വിഷൻ മാത്രം നമുക്ക് പോരാ, ഇത് മിഷനാണ്, പ്രവർത്തിക്കാനുള്ള ഏരിയ ആണ്. അത് ഒരു പഞ്ചവത്സര പദ്ധതിയാണ് മിഷൻ 2030 എന്ന് പറയുന്നത്. അതിനകത്ത് ഓരോ വർഷവും ഇത്ര സിനിമകൾ എടുക്കണം, വലിയ പ്രോജക്ട്സ്, അതായത് വേൾഡ് വൈഡ് പിച്ച് ചെയ്യാവുന്ന പ്രോജക്ട്സ് ഉണ്ട്. ഫിലിം സ്കൂൾ ഉണ്ട്, ഒമാനിന് വേണ്ടി ഒരു നാഷണൽ ഫിലിം സ്കൂൾ. അത് തൽക്കാലം മറ്റ് ഇന്ത്യയുടെ ഇപ്പോൾ പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ UK ലണ്ടൻ സ്കൂളൊക്കെ ആയിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു 3 months തിയറിയും അത്യാവശ്യം എക്യുപ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ടുള്ള സെഷൻ കഴിഞ്ഞാൽ ലൈവായിട്ടുള്ള കംപ്ലീറ്റ് ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഈ പുറത്തുള്ള പ്രോജക്ട്സ് പ്രൊഡ്യൂസേഴ്സ് വരെയൊക്കെ ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. കാരണം ഇവിടെ ലൈവ് ഷൂട്ടിംഗ് വളരെ കുറവായതുകൊണ്ട്. ഇപ്പോൾ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയാണ്. അവരൊക്കെ ആയിട്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു നാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒമാനിൽ തുടങ്ങാനായിട്ടുള്ള പദ്ധതിയുണ്ട്. പദ്ധതി കടലാസിലാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അറബുഡ് കൺവെൻഷൻ, ഇപ്പോൾ ഇന്ത്യയിൽ മുംബൈ വേവ്സ് എന്ന് പറഞ്ഞിട്ട് ജിയോ സ്പോൺസർ ചെയ്യുന്ന വലിയ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമിറ്റ് നടക്കുകയാണ്. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഇതേ കാര്യം, ഇതിൻ്റെ വേറൊരു ലെവലിലുള്ള സംഗതി അറബുഡ് ഇന്റർനാഷണൽ കൺവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്തതാണ്. ഹോപ്പ്ഫുള്ളി അത് ഈ 2030 മിഷൻ 2030 എന്നുള്ള എൻ്റെ പ്രോജക്റ്റിൽ കൂടെ ഇത്തവണ അത് സാക്ഷാത്കരിക്കപ്പെടുമെന്ന് തോന്നുന്നു. ഇപ്പം മിനിസ്ട്രിയുടെ അണ്ടറിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ സിനിമാ പ്രവർത്തനങ്ങളും എനിക്ക് നടത്താൻ പറ്റുന്ന ഒരു ലൈസൻസ് പോലെയാണ് അത്. ഈ അറബുഡ് എന്നുള്ളതിൻ്റെ അണ്ടറിൽ കഴിഞ്ഞ വർഷം നമ്മൾ സഹകരിച്ചുകൊണ്ടാണ് ആദ്യത്തെ യൂറോപ്യൻ ഫിലിം ഫെസ്റ്റിവൽ ഇവിടെ വരുന്നത്. 15 രാജ്യങ്ങൾ പങ്കെടുത്തു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അംബാസിഡേഴ്സും എംബസികളും സഹകരിച്ചിട്ട് നമ്മളൊരു 10 ദിവസത്തെ ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു അത്. ഈ വർഷം വീണ്ടും യൂറോപ്യൻ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്. ഒപ്പം തന്നെ ഞാൻ ഇന്ത്യൻ എംബസിയെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി അവരായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് ഇന്ത്യൻ എംബസിയുടെ ആയിരിക്കും. കാരണം ഇന്ത്യയാണ് ഒമാനിൻ്റെ അടുത്ത് നിൽക്കുന്ന ഏറ്റവും നല്ല വലിയ ഫിലിം ഇൻഡസ്ട്രി ഉള്ള രാജ്യം. അതുമാത്രമല്ല, ഇന്ത്യൻ സിനിമകൾക്കും ഇന്ത്യൻ ഈ പറഞ്ഞ കൾച്ചറൽ ഏരിയകൾക്കും ഒമാനിൽ നല്ല ഓഡിയൻസ് ഡെൻസിറ്റി ഉണ്ട്. ഈവൺ മലയാളത്തിന് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ലൂസിഫർ, എമ്പുരാൻ 2 ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തത് ഒമാനിൽ നിന്നാണ്. ഒമാനിൽ ഫാൻ ഷോ പുലർച്ചെ 4:30 പോലും ഹൗസ്ഫുൾ ആയിരുന്നു. വോക്സ് സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ കളക്ഷൻ വന്നിട്ടുള്ളത് എമ്പുരാൻ എന്ന സിനിമ, മലയാള സിനിമയ്ക്കാണ്. ഞാൻ ഇടയ്ക്ക് ഒരു അഞ്ചക്കള്ളക്കോക്കാൻ എന്ന് പറഞ്ഞിട്ട് ആരും കാണാത്ത സിനിമ, ഞാൻ എല്ലാ സിനിമയും പോയി കാണുന്ന ഒരാളാണ് തിയേറ്ററിൽ. അപ്പം ഞങ്ങളൊരു ടീം പോയിരുന്ന് കാണുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ 2 റോ വൈറ്റ് അറബ്സ് ആണ്, ലെബനീസോ മറ്റോ ആയിട്ടുള്ള ആളുകളാണ്. അതിൽ പ്രായമായ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പം ഞാൻ അവരോട് പോയി പറഞ്ഞു, നിങ്ങൾ സ്ക്രീൻ മാറിയിട്ടുണ്ട്, ഇതൊരു മലയാള സിനിമയാണ്. അത് മാത്രമല്ല മലയാളത്തിൽ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് സ്ക്രിപ്റ്റ് ആണ്. അപ്പം അവരെന്നോട് പറഞ്ഞു, വി യൂസ് ടു സീ മലയാളം മൂവീസ്, അത് നല്ല കഥകളാണ്, അവർ കാണാത്ത തരം ട്രീറ്റ്മെന്റ് ആണെന്ന്. അതായത് ഒമാനിൽ താമസിക്കുന്ന അറബ്സിന് മലയാളം സിനിമകൾ ഇഷ്ടമാണ്. അപ്പൊ മലയാളത്തിന് പോലും ഒരു ഗ്യാരണ്ടി ഓഡിയൻസ് ഉള്ള ഒരു രാജ്യമാണിത്. അപ്പോൾ ഇന്ത്യയും ഒമാനും കൂടി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ സിനിമാ പ്രവർത്തനങ്ങൾ വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒപ്പം തന്നെ ഇന്ത്യൻ ഫിലിം മേക്കേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും അവർക്ക് അറബ് ഇൻഡസ്ട്രി എന്നുള്ള വലിയൊരു ഹബ്ബ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു സ്റ്റേഷനാണ് ഒമാൻ. ഇത് നല്ലോണം ഉപയോഗിക്കുക, 2 രാജ്യങ്ങളും ഒരേപോലെ ഉപയോഗപ്പെടുന്ന ഒരു ഏരിയയാണത്. ഒമാനെ സംബന്ധിച്ച് പൊട്ടൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഹോളിവുഡ് പോലെ
വളരാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്. മെയിൻലി ലൊക്കേഷൻസ് ഉണ്ട്, ടാലൻറ്റഡ് ആൾക്കാരുണ്ട്, വലിയൊരു ഹിസ്റ്ററി ഉണ്ട്, കഥകൾക്ക് ക്ഷാമമില്ല. സിനിമ എന്ന് പറയുന്നതിൻ്റെ എല്ലാ റിസോഴ്സസും ഇവിടെയുണ്ട്. ഇന്ത്യ പോലെ അടുത്തൊരു മഹാൻ സഹായിക്കാനുള്ള ഒരു രാജ്യമുണ്ട്. ഒരു സിനിമ ഇവിടുന്ന് പുറത്തു പോയി കാൻ ഫിലിം ഫെസ്റ്റിവലിലോ അല്ലെങ്കിൽ വേൾഡ് വൈഡ് മാർക്കറ്റിൽ ഒരു ബോക്സ് ഓഫീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഒമാൻ എന്ന് പറയുന്നത് സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു ചരിത്രമായി മാറാൻ പോകുന്ന രാജ്യമാണ്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഒമാൻ തിയേറ്റർ വളരെ സ്ട്രോങ് ആണ് എൻ്റെ അറിവിൽ. ഒമാനിന് തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ട്. ഒമാനിലെ എക്സ്പാറ്റ്സിനും വളരെ സ്ട്രോങ് ആയിട്ടുള്ള തിയേറ്റർ ഗ്രൂപ്പുകളുണ്ട്. ഇവിടെ നാടകങ്ങൾ, മലയാളം നാടകങ്ങളും ഇന്ത്യൻ നാടകങ്ങളും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്ന കൂട്ടായ്മകളിൽ നിന്ന് നാടകങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ്. ഒമാനിലെ ഒരു നാടക നടൻ ഗൾഫ് തിയേറ്റർ ഫെസ്റ്റിവലിന് മികച്ച നടനായി വന്ന ഒരു ഫൈസൽ എന്ന് പറഞ്ഞ അന്ധനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹമാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ അറബിക് ഫിലിം ദ ഗാർഡിയൻ എന്ന് പറഞ്ഞ സിനിമയിലെ നായകൻ. കണ്ണ് കാണാത്ത ഒരാളായിരുന്നു ആ ക്യാരക്ടർ, അതുകൊണ്ട് നമ്മൾ ഇദ്ദേഹത്തെ സെലക്ട് ചെയ്തത്. പക്ഷെ അസാധാരണമായിട്ട് അവർ അഭിനയിച്ചു. നാടകത്തിന് അത്രയധികം വലിയ വേരുകളുള്ള ഒരു രാജ്യമാണ് ഒമാൻ. മറ്റൊന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഡബ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഇവിടെ. ഇവിടെ ചെയ്യുന്ന ചെറിയ സിനിമകളും TV പ്രോഗ്രാംസും എന്തായാലും അവരത് സിങ് സൗണ്ടാണ് ഉപയോഗിക്കുന്നത്. അത് ഈ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഡയലോഗ് ബൈ ഹാർട്ട് ചെയ്ത് വന്ന് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. ഓഫ് കോഴ്സ് നാടകത്തിന്റെ ഒരു ഈറ്റില്ലം തന്നെയാണ് ഒമാൻ. റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് ദമാം. ഒമാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഗൾഫ് റീജിയനിലെ ശാന്തമായ, എല്ലാം കൊണ്ടും ശാന്തമായ ഒരു രാജ്യമാണ്. ദുബായ് പോലെ ബഹളങ്ങളോ മറ്റ് ചില രാജ്യങ്ങൾ പോലെ ടു മച്ച് റിസ്ട്രിക്ഷൻസോ ഇല്ലാത്ത, എന്നാൽ കുറച്ച് ലിവിങ് കോസ്റ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഏരിയ കൂടുതലായതുകൊണ്ടും ഒക്കെ, പിന്നെ ഡെൻസിറ്റി ആൾക്കാരുടെ, ഇവിടുത്തെ ഡെവലപ്മെന്റ് അങ്ങനെയാണ്. അതായത് വെർട്ടിക്കൽ ഡെവലപ്മെന്റ് ഇല്ല. ഒരു സിറ്റി സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിങ്ങനെ പരന്ന് പരന്ന് വരും. ഇവിടെ ഒരു 7 നിലയ്ക്ക് മുകളിൽ വീടുകൾ, ബിൽഡിങ്ങുകളോ അല്ലെങ്കിൽ കച്ചവട കേന്ദ്രങ്ങളോ പണിയാൻ പോലും പാടില്ല നിയമം അനുസരിച്ച്. വളരെ ശാന്തമായിട്ടുള്ള നിറങ്ങളെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബിൽഡിങ്ങിന്. അങ്ങനെയൊക്കെയുള്ള അപൂർവം രാജ്യങ്ങളിൽ ഇത്തരം സൗന്ദര്യത്തെയും തനിമയും നിലനിർത്തുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഇപ്പൊ ഇവിടെ വന്നു പെടുന്നവർക്ക് നമ്മൾ കേരളത്തിൽ നിൽക്കുന്ന പോലെ തന്നെ തോന്നാറുണ്ട് എനിക്ക്. ശേഷിച്ചും ഇവിടുത്തെ കാലാവസ്ഥ കുറെ അത്ര രൂക്ഷമല്ലാത്ത വേനൽക്കാലവും, പിന്നെ ചില ഏരിയയിൽ ഇപ്പൊ സലാലയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം നിറയെ പച്ചപ്പും. പിന്നെ ഇവിടുന്ന് ഇപ്പൊ ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഊട്ടി പോലെ തണുത്ത സ്ഥലങ്ങളിലേക്ക് എത്താം. അങ്ങനെ നമ്മൾ അത്രയധികം നാടിനെ മിസ് ചെയ്യില്ല ഇവിടെ. പിന്നെ വേറൊന്ന് നാട്ടിലില്ലാത്തത് ഇവിടെയുള്ളത് ഈ പറഞ്ഞ ബഹളങ്ങളില്ല. സൊസൈറ്റി നമ്മളെ എപ്പോഴും ഫോളോ ചെയ്യുന്നില്ല. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നില്ല. നിയമം അനുസരിച്ച് കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ വളരെ സുഖമായിട്ട് ശാന്തമായിട്ടും പണിയെടുത്ത് ജീവിക്കാവുന്ന ഒരു രാജ്യമാണ്. എൻ്റെ അയൽക്കാരൊക്കെ ആയിട്ട് ഞാൻ വളരെ നല്ല സൗഹൃദത്തിലാണ്. ഞങ്ങൾ ആഴ്ചയിൽ കാണും. ഓണവും വിഷുവൊക്കെ ഇവിടെ ആഘോഷിക്കും. നാട്ടിലിപ്പോൾ അതൊക്കെ കുറവാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രവാസം എന്നുള്ളതൊക്കെ നമ്മളൊന്ന് തിരിച്ചൊക്കെ വേറെ ഡെഫിനേഷനൊക്കെ കൊടുക്കേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ പ്രവാസികളൊക്കെ ഇത്തിരി ഹാപ്പിയാണ്. ഇങ്ങനെ ഇവിടെ സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോഴും എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന, വേട്ടയാടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ബന്ധുക്കള്, അങ്ങനത്തെ ആളുകളോടുകൂടി ഞാൻ ഉണ്ടാവേണ്ട സമയങ്ങളൊക്കെ പലപ്പോഴും ഈ പ്രവാസത്തിന്റെ പ്രശ്നങ്ങളുമായിട്ട്, ഞാനിവിടെ നിലനിൽക്കുന്നതിന്റെ ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് എനിക്ക് നഷ്ടപ്പെടാറുണ്ട്. പ്രവാസികളുടെ ഏറ്റവും വലിയ വേദന അത് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അവിടെയും ഇവിടെയായിട്ട് നിൽക്കുന്ന ബന്ധങ്ങള് ഉള്ളത് കൊണ്ട് എന്തായാലും നാട്ടിൽ റൂട്ട്സ് ഉണ്ടാവും, ബന്ധങ്ങൾ ഉണ്ടാവും, അച്ഛനും അമ്മയും ഉണ്ടാവും, വയസ്സായവരുണ്ടാവും. അപ്പൊ അവരുടെ കൂടെ നമുക്ക് അവർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആ ഒരു സമയങ്ങളും ആ സന്തോഷങ്ങളും ആ കടമകളും അത് വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടുന്ന് ഞാൻ നാട്ടിലേക്ക് ഇപ്പൊ തിരിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഓർമ്മ അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് അത് സുഖവും ദുഃഖവും ഒക്കെ കൂടിയുള്ള ഒരു സംഗതിയാണ്. ഞാനിവിടെ വളരെ വലിയൊരു ആക്സിഡന്റിൽ പെട്ട ഒരാളാണ്. വണ്ടി ഇടിച്ചിട്ട് അർദ്ധരാത്രിയും എന്നും പറയാൻ പറ്റില്ല, പുലർച്ചെ 2 മണിക്ക് 2:30 എങ്ങാണ്ട് വണ്ടി ഇടിച്ച് ഞാൻ റോട്ടിൽ പെട്ടൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, എൻ്റെ ഒപ്പം ആരും ഉണ്ടായിരുന്നില്ല, ഞാനായിരുന്നു. പക്ഷെ മറ്റു വണ്ടികളിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു,
പോലീസ് വന്ന് ഇത് മറക്കുകയും വണ്ടി കത്താനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഡീപ്ലി എൻ്റെ വെയിനൊക്കെ കട്ടായിട്ടുള്ള അത്രയും വലിയ മുറിവുകളുണ്ട്. വണ്ടി കത്തും എന്നുള്ളത് കൊണ്ട് പോലീസ് ആരെയും അടുപ്പിക്കുന്നില്ല. എവിടുന്നോ ഒരു ഒമാനി ചാടി പറഞ്ഞു പോലീസിനെയൊക്കെ മറികടന്ന് വന്ന് മുകളിലൊരു പൊളിഞ്ഞ സ്ഥലത്ത് കൂടെ എന്നെ വലിച്ചു പുറത്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും പലപ്പോഴും ആ മുഖം ഞാൻ ഓർക്കാറുണ്ട്. അതാരാണെന്ന് പിന്നീട് എനിക്ക് കണ്ടെത്താനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ മനുഷ്യര് എത്ര സ്നേഹം ഉണ്ടെങ്കിലും മാറി നിൽക്കുന്ന അപകടകരമായ ഒരു സാഹചര്യത്തില് ജീവൻ എന്താ പറയാ ബെറ്റ് ചെയ്തുകൊണ്ട് എന്നെ രക്ഷിച്ച ആ ഒമാനി, ഈ നാട്ടുകാരൻ, ആ സന്ദർഭം അത് ഞാൻ കൂടെ കൊണ്ടുപോകും. കാരണം മനുഷ്യര് തമ്മില് ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ബന്ധം കൊണ്ടോ നാട്ടുകാര് തമ്മിലോ അങ്ങനെയല്ല. മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഇതുപോലെ വിചിത്രമാണ്, അതിശയകരമാണ് എന്നുള്ള എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം അതാണ്. മനസ്സുകൊണ്ട് ഈ രാജ്യം അന്നം തന്ന ഒരു രാജ്യമാണ്. എന്നെ പ്രൊട്ടക്ട് ചെയ്തൊരു രാജ്യമാണ്. ഞാൻ കാലുകുത്തി നിന്നതും വളർന്നതും സന്തോഷിച്ചതും കരഞ്ഞതും മകളെ പ്രസവിച്ചതും ഒക്കെ ഈ രാജ്യത്താണ്. അപ്പൊ ഈ രാജ്യത്തോട് എനിക്കുള്ളത് ആത്മബന്ധമാണ്. ഇങ്ങനെ ആത്മബന്ധമുള്ള ഒരു രാജ്യത്തെ, ഈ പ്രവാസത്തെ മറക്കില്ല ഒരിക്കലും.